മംഗളൂരു രാഷ്ട്രീയ കൊലപാതകത്തെ തുടർന്ന് തീവ്ര ഹിന്ദു സംഘടനകൾ നഗരത്തിൽ ബന്ദ് പ്രഖ്യാപിച്ചു. ബന്ദിനെക്കുറിച്ച് വിവരമില്ലെന്നും അനുമതിയില്ല എന്നുമാണ് പോലീസ് പറയുന്നത്. അതേസമയം കൊലപാതകം നടന്ന സ്ഥലത്ത് നിന്ന് കുറച്ച് മാറി കത്തി കണ്ടെടുത്തു. ബജ്രംഗ് ദൾ പ്രവർത്തകനും നിരവധി കേസുകളിൽ പ്രതിയുമായ സുഹാസ് ഷെട്ടിയെ ഇന്നലെയാണ് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. KB ശ്രീധരനുണ്ട് വിശദാംശങ്ങളുമായി. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ എന്താ? കത്തിയും കണ്ടെത്തിയിരിക്കുന്നു സമീപത്ത് നിന്ന്. പോലീസ് എന്താണ് പറയുന്നത് ഈ ഘട്ടത്തിൽ? മോത്തി, ഗുഡ് മോർണിംഗ്. ഏതായാലും മംഗളൂരുവിൽ വീണ്ടും സംഘർഷാവസ്ഥ തുടരുന്നു എന്നുള്ള, അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇന്നലെ സുഹാസ് ഷെട്ടി മുൻ ബജ്രംഗ് ദളിന്റെ മുൻ പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തെ തുടർന്ന് ഇന്ന് ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതൊരുപക്ഷെ അക്രമ സംഭവങ്ങളിലേക്കൊക്കെ പോകാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ആ പ്രദേശത്തിന്റെ ഒരു ചരിത്രം അങ്ങനെയാണ്. ഏതായാലും ഈ സുഹാസ് ഷെട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച ബന്ദിനെ കുറിച്ച് അറിയില്ല എന്നാണ് മംഗളൂരു പോലീസ് കമ്മീഷണർ അറിയുന്നത്. അതിന് പ്രത്യേകിച്ച് അനുമതിയൊന്നും നൽകിയിട്ടില്ല എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ഈ ബന്ദുമായി മുന്നോട്ട് പോകും എന്നാണ് ഈ സംഘടനകൾ, തീവ്ര ഹിന്ദു സംഘടനകളൊക്കെ അറിയിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിന്റെ അന്വേഷണം അത് മറ്റു സമാന്തരമായി മുന്നോട്ട് പോകുന്നുണ്ട്, കൃത്യമായി തന്നെ മുന്നോട്ട് പോകുന്നതെന്നാണ് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അറിയിക്കുന്നത്. ഈ കൊലപാതകത്തിന് ഉപയോഗിച്ച പ്രതികളിൽ ഒരാൾ ഉപയോഗിച്ച അംഗസംഘം ഈ സുഹാസ് ഷെട്ടിയെ നടു റോഡിൽ വെച്ച് വെട്ടിക്കൊലപ്പെടുത്തുന്നത്. അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. അതിനുപയോഗിച്ച് ഒരു കത്തി കണ്ടെത്തിയിട്ടുണ്ട്. ഇതുകൂടാതെ വാളൊക്കെ ഉപയോഗിച്ചാണ്, വാഹനം തടഞ്ഞു നിർത്തിയാണ് ഇയാൾ ഇന്നലെ രാത്രി കൊലപ്പെടുത്തിയത്. ഈ പ്രതികളെ കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരം ലഭിച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വൈകാതെ തന്നെ പ്രതികളെ പിടികൂടും എന്നാണ് മംഗളൂരു സിറ്റി പോലീസ് കമ്മീഷണർ അനുപം അഗർവാൾ വ്യക്തമാക്കുന്നത്. KB ശ്രീധരനാണ് വിശദാംശങ്ങൾ നൽകിയത്.